യദു അങ്ങനെ വലിയ ആക്രമണം ഇസ്രായേൽ നടത്തിയ അതേ കുഴിയിൽ അമേരിക്ക വീടിരിക്കുകയാണ്. ഇപ്പോൾ ഇറാനൊപ്പവും റഷ്യയും ചൈനയും രംഗത്തെത്തുകയാണ്. ഒരു പക്ഷേ യുദ്ധം ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് അവസാനിപ്പിക്കാൻ നേരത്ത് ഈ രണ്ട് രാജ്യങ്ങളും കൂടി കാണുമോ, അല്ലെങ്കിൽ ഇവരുടെ ഒരു സഹായത്തോടെ അല്ലെങ്കിൽ ഇവരുടെ ഏതെങ്കിലും രീതിയിലായിരിക്കുമോ ഈ ഇറാൻ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ തുടങ്ങുന്നത്? രേഷ്മ, ഇറാൻ തകർക്കപ്പെടണമെന്ന ലക്ഷ്യത്തോടു കൂടി ഇസ്രായേൽ അമേരിക്കയെ പിരികേറ്റി ആരംഭിച്ച ഈ യുദ്ധത്തിൻ്റെ ചിത്രം എന്ന് പറയുന്നത് ഇറാന് വേണ്ടി കുഴിയൊരുക്കിയ ഇസ്രായേൽ എന്ന നിലയിലാണ്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുന്നു. ഇറാന് വേണ്ടി ഇസ്രായേൽ കുഴിച്ച കുഴിയിൽ വീണുടഞ്ഞ് തകർന്ന് തരിപ്പണമാകുന്നത് ട്രംപും അമേരിക്കയുമാണ്. ഈ യുദ്ധത്തിൽ അമേരിക്കയും ഇസ്രായേലും വിചാരിച്ചതൊന്നും നടപ്പാകാതിരിക്കുകയും അവരുടെ പദ്ധതികൾ തകർന്നു തരിപ്പണമാവുകയും ചെയ്തപ്പോൾ യഥാർത്ഥ ഹീറോകൾ അല്ലെങ്കിൽ അൺസങ് ഹീറോസ് എന്ന് പറയുന്ന കർട്ടനു പിറകിലുള്ള യഥാർത്ഥ ശക്തികൾ എന്ന് പറയുന്നത് ചൈനയും റഷ്യയും തന്നെയാണ്. അവരൊരിക്കലും ഈ യുദ്ധത്തിൽ പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല, ഈ യുദ്ധത്തിൽ പരസ്യമായി മുന്നോട്ട് വന്നിട്ടില്ല, അവർ വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിച്ചിട്ടുമില്ല. പക്ഷേ ഈ യുദ്ധം ഇത്രയും കാലം വീക്ഷിക്കുന്ന ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പതനം, അവർക്ക് ലഭിക്കുന്ന തിരിച്ചടികൾ, ഇറാൻ്റെ അതിശക്തമായ പ്രത്യാക്രമണം എന്നിവ വീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം ഇറാൻ ഒറ്റയ്ക്കല്ല എന്ന്. ഇറാനെ കീഴടക്കി ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ച് ലോക പോലീസായി ഞെളിഞ്ഞു നടങ്ങാൻ ഇറങ്ങിത്തിരിച്ച അമേരിക്കയ്ക്ക് ഉത്തരത്തിലുള്ളത് കിട്ടിയതുമില്ല, കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു എന്ന അതിദയനീയമായ അവസ്ഥയെയാണ് ഇപ്പോൾ ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. അതായത് റഷ്യയും ഇറാനും ചൈനയും ഒറ്റക്കെട്ടായി നിന്നാൽ അമേരിക്കയും ഇസ്രായേലും നാറ്റോ ചേരിയും ഒന്നുമല്ല എന്നൊരു പുതിയ ലോകക്രമം പടുത്തുയർത്താൻ ഈ ഒരൊറ്റ യുദ്ധത്തിലൂടെ കാരണമായി, അല്ലെങ്കിൽ റഷ്യയ്ക്കും ഇറാനും ചൈനയ്ക്കും അത് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതായത് ലോകത്തിന് മുന്നിൽ ഞങ്ങളാണ് ഏറ്റവും വലിയ ശക്തികൾ, ഞങ്ങൾ വിചാരിച്ചാൽ ഈ ലോകത്ത് എന്തും നടക്കും എന്ന് ഒരു ധാരണയുണ്ടാക്കാൻ വേണ്ടി, തങ്ങൾക്കെതിരെ ഉയരുന്ന ഒരു ചെറിയ ശബ്ദം പോലും ഇല്ലാതാക്കാൻ വേണ്ടി, സകലരെയും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച അമേരിക്ക വെനസ്വലയിൽ നേടിയ വിജയം, അല്ലെങ്കിൽ വെനസ്വലയിൽ നടത്തിയ ആക്രമണം കൂടി, അല്ലെങ്കിൽ അവിടുത്തെ പ്രസിഡന്റിനെ നിക്കോളാസ് മഡൂറോയെ തടവിലാക്കിയ സംഭവം കൂടി ആയതോടെ അഹങ്കാരത്തോടെ ആ തിളപ്പിൽ ഇറാനിലേക്ക് ചെന്ന് കയറിയപ്പോൾ സകലതും തിരിച്ചടിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇറാൻ്റെ റെസിസ്റ്റൻസ്, ഈ യുദ്ധം ഭാവിയിൽ എന്താകുമെന്ന് നമുക്കറിയില്ല. കഴിഞ്ഞ ദിവസം സമാധാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു. 2 ആഴ്ചയോളം വെടിനിർത്തൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പക്ഷെ പൊടുന്നനെ ഇസ്രായേൽ ഈ യുദ്ധ സാഹചര്യം അട്ടിമറിച്ചു, സമാധാന സാഹചര്യം അട്ടിമറിച്ചു. ലോകത്തിന് മുഴുവൻ പ്രതീക്ഷയാകുന്ന ഹോർമുസ് കടലിടുക്ക് തുറക്കപ്പെടുന്ന സാഹചര്യം ഇല്ലാതായി. ഇറാൻ വല്ലാതെ പ്രകോപിതരായി. കാരണം അവർക്ക് വേണ്ടി രംഗത്തിറങ്ങിയ ലെബനനിൽ അതിരൂക്ഷമായ രക്തച്ചൊരിച്ചിൽ ഇസ്രായേൽ ഉണ്ടാക്കിയിരിക്കുന്നു. സ്വാഭാവികമായി നേരും നെറിയും പങ്കാളികളോടുള്ള ആത്മാർത്ഥതയും ഒക്കെയുള്ള ഇറാൻ നേർക്കുനേർ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. നോർത്തേൺ ഇസ്രായേലിലേക്ക് കടുത്ത ആക്രമണം നടക്കുകയാണ്. അവിടെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടു, വ്യാപകമായ ബോംബിംഗ് നടക്കുന്നു, മിസൈൽ ആക്രമണം നടക്കുന്നു എന്ന പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുന്നു. ഹോർമുസിലെ ഇസ്രായേലിൻ്റെ കപ്പലുകൾ തകർക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു മുന്നോട്ട് പോകുന്ന സാഹചര്യമൊക്കെ വരുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഭാവി നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ ഇറാൻ്റെ റെസിസ്റ്റൻസ് അമേരിക്കയെയും ഇസ്രായേലിനെയും ഭയപ്പെടുത്തുന്ന, അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റിപ്പോകുന്ന വിധത്തിൽ, ട്രംപിൻ്റെ എല്ലാത്തരം മുന്നേറ്റ സാധ്യതകളും ഇല്ലാതാക്കിയ വിധത്തിൽ ഇറാൻ ഈ വിധത്തിൽ തിരിച്ചടിച്ചതിന് പിന്നിൽ, അതിന് പിന്നിൽ ഇവരുടെ റോൾ, റഷ്യയുടെയും ചൈനയുടെയും റോൾ നിർണായകമാണ്. ഇപ്പോൾ റഷ്യയും ചൈനയും രംഗത്തിറങ്ങുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി നിർണായകമാണ്. അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇവർ സംയുക്തമായിട്ടാണല്ലോ ആക്രമണം നടത്തിയത്. അപ്പം ഏറ്റവും കൂടുതൽ ഇന്ന് പ്രതിസന്ധി നേരിടുന്നതും അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് സാമ്പത്തികമായിട്ട് അവരുടെ അടിത്തട്ട് ആകെ മൊത്തത്തിൽ നശിച്ച ഒരവസ്ഥയാണ്. കാരണം വലിയ പ്രശ്നമാണ് അവിടുത്തെ ജനജീവിതം. ഇപ്പോൾ പശ്ചിമേഷ്യ നോക്കുകയാണെങ്കിൽ അവിടെയും ഈ ജനജീവിതമൊക്കെ ദുസ്സഹമാകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നോക്കാതെയാണ് ഇസ്രായേലിൻ്റെ നിലപാട് ഘടിപ്പിച്ച് ഈ ഒരു ആക്രമണം നടത്തിയത്.
അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം പോകുന്ന സാഹചര്യത്തിൽ റഷ്യയും ചൈനയൊക്കെ രംഗത്തിറങ്ങുമ്പോഴത്തേക്കും ഈ പറയുന്ന പ്രതിസന്ധി വലിയ രീതിയിലേക്ക് മാറും. തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ഇസ്രായേലിന് കനത്ത തിരിച്ചടികൾ കിട്ടും. ഇനി ഈ യുദ്ധത്തിൻ്റെ അന്തിമ വിധി എഴുതാൻ പോകുന്നത് റഷ്യയും ചൈനയുമായിരിക്കും. അതായത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ലോകത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആ സ്ഥിതിവിശേഷം ഇതോടുകൂടി ഇന്നത്തെ ഇസ്രായേൽ ലെബനിലേക്ക് നടത്തിയ ആക്രമണത്തോടുകൂടി എന്നേക്കുമായി ഇല്ലാതാകാൻ പോവുകയാണ്. കാരണം നമുക്കറിയാം, ഇറാൻ വലിയ തോതിൽ ചെറുത്തു നിൽക്കുന്നു. ഇറാൻ ശക്തമായി അമേരിക്കയിലേക്ക് സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു. ഇസ്രായേലിലേക്ക് പ്രിസൈസ്ഡ് ആയിട്ടുള്ള അറ്റാക്കുകൾ നടത്തുന്നു. അതായത് ഇസ്രായേലിന് നോവുന്ന വിധത്തിൽ, ഇസ്രായേലിന് വലിയ തോതിൽ മുറിവേൽക്കുന്ന വിധത്തിൽ, ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുന്ന വിധത്തിൽ വളരെ കൃത്യതയോടുകൂടി പ്രിസൈസ്ഡ് ആയിട്ടുള്ള ആക്രമണങ്ങൾ തുടർച്ചയായി ഇറാൻ നടത്തുമ്പോൾ തന്നെ അറിയാമായിരുന്നു അതിന് പിന്നിൽ റഷ്യയുടെയും ചൈനയുടെയും കൃത്യമായ സഹായമുണ്ട് എന്ന്. ചൈനയുടെ സാങ്കേതിക വിദ്യ, ആയുധങ്ങൾ, അവരുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനുള്ള GPS സാങ്കേതിക വിദ്യയുടെ നൂതന സംവിധാനങ്ങളൊക്കെ ഈ ഇറാൻ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുപോലെ തന്നെ റഷ്യ സാറ്റലൈറ്റ് സഹായം ഉൾപ്പെടെ, ആയുധ സഹായം ഉൾപ്പെടെ ഇറാന് നൽകിയിട്ടുണ്ട്. അവരുടെ വലിയ സന്നാഹം ഇനിയും ഇറാനൊപ്പം ഉണ്ടാകും. ഈ യുദ്ധ സാഹചര്യം കൂടുതൽ മുറുകുമ്പോൾ അമേരിക്കയോട് വല്ലാത്ത പക ചൈനയ്ക്കുണ്ട്. വെനസ്വലയിൽ നിന്നുള്ള എണ്ണ തടഞ്ഞതടക്കം ചൈനയ്ക്ക് അമേരിക്കയോട് വലിയ പകയുണ്ട്. അമേരിക്കയ്ക്ക് ചൈനയോടും വലിയ ദേഷ്യമുണ്ട്. കാരണം ചൈന വളർന്നു വരുന്നത് അമേരിക്കയ്ക്ക് വലിയ ഭീഷണിയാണ്. അതുകൊണ്ട് അവരത് പണ്ട് മുതലേ അത്തരത്തിൽ പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ റഷ്യയെ സംബന്ധിച്ചാണെങ്കിൽ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈനെ കൈയച്ച് അമേരിക്ക സഹായിക്കുന്നു. ആ സമയത്ത് റഷ്യയ്ക്ക് സഹായമായി ഉണ്ടായിരുന്ന ഇറാനാണ്. അപ്പോൾ സ്വാഭാവികമായി ഇറാൻ ഒരു കുരുക്കിൽപ്പെടുമ്പോൾ ഏതറ്റം വരെയും പോകാൻ റഷ്യയും ചൈനയും ഇറാനോടൊപ്പം ഉണ്ടാകും. സ്വാഭാവികമായി ഉത്തര കൊറിയയും അതോടൊപ്പം ചേർന്നാൽ ഒരു വലിയ ടീമായി, ആ ടീം സെറ്റപ്പിനെയാണ് അമേരിക്ക ഉണ്ടാക്കി കൊടുത്തത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ യുദ്ധത്തിലൂടെ അമേരിക്ക അവർക്കുള്ള കുഴി ഉണ്ടാക്കി. അത് അമേരിക്കയല്ല കുഴി വെട്ടിയത്, അത് വെട്ടിയത് ഇസ്രായേലാണ്. പക്ഷെ വീണത് ട്രംപാണ്. ഒരിക്കലും ഇനി ലോകശക്തി, ലോക പോലീസ് എന്ന നിലയിലേക്ക് ഈ യുദ്ധം നീണ്ടുപോയാൽ അമേരിക്കയ്ക്ക് പോകാൻ കഴിയില്ല. ആ സ്പേസ് അമേരിക്കയ്ക്കെതിരായ ഒരു വലിയ ശാക്തിക ചേരി എന്ന നിലയിൽ ഇറാനും റഷ്യയും കളത്തിലിറങ്ങും. ഇനി ഈ യുദ്ധത്തിന് എന്ത് സംഭവിക്കണം, അതിൻ്റെ അന്തിമ വിധിയെഴുത്തുകൂടി ഇറാനും റഷ്യയും ചൈനയും കൂടി ചേർന്ന് തീരുമാനിക്കുന്ന ഒരു ഘട്ടം വന്നാൽ, കാരണം ഇറാൻ റെസിസ്റ്റൻസ് തുടർന്നാൽ അമേരിക്കയുടെ പദ്ധതികൾ കൂടുതൽ പൊളിയും. അപ്പോൾ കൂടുതൽ നിയന്ത്രണം കിട്ടുന്നത് റഷ്യക്കും ചൈനയ്ക്കുമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്തിമ വിധി എഴുതുന്നത് റഷ്യയും ചൈനയും ആണെങ്കിൽ ആ പുതിയ ശാക്തിക ചേരി അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം ഇത് പറഞ്ഞതുപോലെ തന്നെ റഷ്യയും ചൈനയും ഇറാനും ഒരു ത്രികോണ ടീം, ഒരു ട്രയാങ്കിൾ ടീം വരുമ്പോൾ ഇതിനിടയിലേക്ക് അമേരിക്കയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മറു സൈഡിന് ഒരു പരീക്ഷണം നടത്തി അത് വിജയിച്ച് അത് ഒരു മുന്നറിയിപ്പ് പോലെ ലോകത്തിന് മുന്നിൽ പറയുന്ന ഒരാളാണ് കിം ജോങ് ഉൻ. അതായത് ഉത്തര കൊറിയയും ഇതിലേക്ക് വരികയാണ്. ഏത് നിമിഷവും ഏത് തരത്തിലും ചിലപ്പം ആ ഒരു പെട്ടെന്നുള്ള ഒരു ആക്രമണം ഉണ്ടാകാം എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഉത്തര കൊറിയയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അത് മാത്രമല്ല, ഇറാൻ എടുക്കുന്ന നിലപാടുകൾക്കൊപ്പം നിന്ന് ഇറാൻ ചെയ്തതാണ് ശരി, നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം, നിങ്ങൾ ഇതിൽ നിന്ന് പിന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞു വലിയൊരു പിന്തുണയൊക്കെ നൽകി ഈ പറയുന്ന ഉത്തര കൊറിയയും രംഗത്തെത്തുകയാണ്. മാത്രമല്ല, ഈ പറയുന്ന പോലെ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അത് അമേരിക്കയ്ക്ക് മേലുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അമേരിക്കയോടുള്ള ഒരു ആക്രമണത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു പരീക്ഷണമാണ്, അതിൽ ഞങ്ങൾ വിജയിച്ചു എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തുമ്പോൾ ഇതും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വല്ലാണ്ട് ഭീതിയിലാണ്. തീർച്ചയായിട്ടും അമേരിക്കയെ സംബന്ധിച്ച് വെല്ലുവിളികൾ വർദ്ധിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ പറഞ്ഞത് ഈ യുദ്ധം തുടങ്ങുമ്പോൾ ഞങ്ങൾക്കെതിരായ എല്ലാ ഭീഷണിയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധമെന്നാണ്. പക്ഷേ ചരിത്രത്തിലില്ലാത്ത ഭീഷണിയും തിരിച്ചടിയുമാണ് ഇപ്പോൾ ഇസ്രായേലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓരോരുത്തരെയായിട്ട് ചൊറിഞ്ഞ് ഈ യുദ്ധം വ്യാപിപ്പിച്ച് കൂടുതൽ പേരെ ഈ യുദ്ധത്തിലേക്ക് കൊണ്ടുവരുന്നത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്. ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ ടാർഗറ്റ് ഇറാൻ ആണെങ്കിലും ഇറാൻ ഒറ്റയ്ക്കല്ല, റഷ്യയും ചൈനയും ആവശ്യമായ സഹായങ്ങൾ, ആവശ്യമായ ബാക്കപ്പ്, ആവശ്യമായ പിന്തുണ, അത് സാമ്രാജ്യത്വത്തിനെതിരായ അല്ലെങ്കിൽ പാശ്ചാത്യ ശക്തികളോടുള്ള എതിർപ്പ് എന്നതിനപ്പുറം അമേരിക്ക മറ്റ് രാജ്യങ്ങൾക്ക് മേൽ നടത്തുന്ന കടന്നാക്രമണത്തോടുള്ള പ്രതിഷേധം എന്നതിനപ്പുറം ഈ രാജ്യങ്ങളെയൊക്കെ നോവിക്കാൻ, റഷ്യയും ചൈനയും ഒക്കെ നോവിക്കാനും പിടിച്ചെടുക്കാനും ഇല്ലായ്മ ചെയ്യാനും അവരുടെ ശക്തി ക്ഷയിപ്പിക്കാനും ഒക്കെ അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനോടൊക്കെയുള്ള പകയാണ് അവർ തീർക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? റഷ്യയും ചൈനയും ഇറാനോടൊപ്പം നിൽക്കുന്നു. ഉത്തര കൊറിയയും കൂടെ വന്നാൽ അമേരിക്കയും നാറ്റോയും ഇസ്രായേലും ഒക്കെ ചേരുന്നതിനേക്കാൾ വലിയ സഖ്യമാകും.
കാരണം അവര് ഇതുവരെ ഒന്നിച്ച് നിന്നിട്ടില്ല ഈ യുദ്ധത്തിൽ. നാറ്റോ സഖ്യം ഒന്നിച്ച് നിന്നിട്ടില്ല. നാറ്റോ ചാരിയിൽപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളാകട്ടെ മറ്റു രാജ്യങ്ങളാകട്ടെ അമേരിക്കയെ തള്ളിപ്പറയുകയാണ്. എന്ന് മാത്രമല്ല, ഇപ്പുറത്ത് ഈ പറയുന്ന അമേരിക്കയുടെ നീക്കങ്ങളൊക്കെ പൊളിയുകയാണ്. പക്ഷെ അപ്പുറത്ത് റഷ്യയും ചൈനയും ഇറാനും ഒന്നിച്ചു നിന്ന് ഇത്രയും കാലം ശക്തമായി റെസിസ്റ്റ് ചെയ്യുകയാണ്, പ്രത്യാക്രമണം നടത്തുകയാണ്, അമേരിക്കയെ മുട്ടുകുത്തിക്കുകയാണ്. അമേരിക്കയെ കൊണ്ട് തന്നെ വെടിനിർത്തൽ കരാറ് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്നു, അല്ലെങ്കിൽ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമുറക്കിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെ എല്ലാ അമേരിക്കയെ ഇറങ്ങി തിരിച്ച യുദ്ധത്തിൽ അവരെ കൊണ്ട് തന്നെ പിന്തിരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വരെ ഇവരെത്തിച്ചു. അപ്പോൾ ഇവർ വലിയ ശക്തിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇനിയും ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഈ യുദ്ധത്തിൻ്റെ അന്തിമ വിധി എഴുതുന്നത് റഷ്യയും ഇറാനും ചൈനയും ചേർന്നാണെങ്കിൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടില്ല. ഉത്തര കൊറിയയും കൂടെ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനൊക്കെ എന്താണ് സംഭവിക്കുക എന്ന് പോലും പറയാൻ കഴിയില്ല. ഒരുപക്ഷെ ലോകത്തിൻ്റെ ശാക്തിക അച്ചുതണ്ട് ഇവരിലേക്ക് തിരിയാനും ഈ പുതിയ ചേരിയിലേക്ക് തിരിയാനുള്ള സാധ്യതകൾ പോലും തള്ളിക്കളയാനും കഴിയില്ല. പണ്ട് സോവിയറ്റ് റഷ്യ ഉണ്ടായിരുന്ന സമയത്ത് അമേരിക്ക ഒരുപാട് വെള്ളം കുടിച്ചതാണ്. നാറ്റോ സഖ്യം ഒരുപാട് കാര്യങ്ങളിൽ അവരുടെ അജണ്ടകൾ നടപ്പാകാതെ പോയതാണ്. ഇപ്പോൾ ഈ യുദ്ധം ഇസ്രായേൽ പറഞ്ഞത് കേട്ട് ഈ യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചത് ഒരുപക്ഷെ അമേരിക്കയുടെ കുഴിയിലേക്കുള്ള അവരുടെ പതനത്തിൻ്റെ തുടക്കമായി തന്നെ വേണമെങ്കിൽ കാണാം. ലോകശക്തി എന്ന ആ അച്ചുതണ്ട് മാറി പശ്ചിമേഷ്യയിലേക്ക് വരാനുള്ള സാധ്യതകളും അതിശക്തമായി തെളിയുക തന്നെയാണ്. ഉത്തര കൊറിയ കൂടി ആക്റ്റീവായി ഇതിൽ ഇടപെട്ടാൽ പിന്നെ എല്ലാം കൈവിട്ടു പോകുമെന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട.